അപ്പോൾ ആ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തന്നെ സത്യത്തിൽ എനിക്കൊരു ഉള്ളിലൊരു ആളിപ്പാണ് ഉണ്ടായത്. ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വമാണ്, ആ ചോരയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മെയ് 4 തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു വൈകാരികത, ആ ദിവസം എങ്ങനെ കടന്നു പോകുമെന്ന് എനിക്കിപ്പോഴും വലിയൊരു പ്രയാസമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം, അതിനൊക്കെയുള്ളൊരു തിരിച്ചടികൾ, അതിനുള്ളൊരു ദിവസമായിരിക്കാം മെയ് 4 എന്നെൻ്റെ മനസ്സ് പറയുന്നത്. വടകര നല്ല റിസൾട്ട് ഉണ്ടാവും, നല്ല ഇലക്ഷൻ വർക്കാണ് നടക്കുന്നത്. ആളുകളെല്ലാം വലിയ സ്വീകാര്യത ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടും കുറച്ചുകൂടി സ്മൂത്താണ്. വെച്ചാൽ നമുക്കൊരു 5 വർഷം പ്രവർത്തിച്ചുള്ള ഒരു പരിചയം, ആളുകളായിട്ടുള്ള ബന്ധം ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാവും. നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത്. ചേച്ചി, ഒരു 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അത് പല രീതിയിൽ, അത് രമ ചേച്ചിയാണ് ഏറ്റവും വലിയ വ്യക്തിമായിട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കുടത്തിൻ്റെ കേസ് വന്നപ്പോൾ പോലും വളരെയധികം മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ കേൾക്കുമ്പോഴേ കുറേ ആൾക്കാർ ഈ രീതിയിലുള്ളൊരു സംസാരം, അത് ചിലത് മാപ്പ് പറയും, പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് അല്ല, അത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അത് ഓരോ പുരുഷൻ്റെയും ഉള്ളിലുള്ളൊരു ബോധം, കാരണം സ്ത്രീയെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതറിയാതെ തികട്ടി വരികയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എത്ര ഉന്നതരായാലും അത് ചില സന്ദർഭത്തിൽ അവർക്കത് വായിൽ നിന്ന് വരികയാണ്. അപ്പം സ്ത്രീ എന്ന് പറയുന്ന അവരുടെ ശരീരത്തെ മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ ആ ശരീരത്തിനെ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ, പ്രത്യേകിച്ചും നമ്മൾ ഇത്രയും പുരോഗമിച്ചു, ഇത്രയും കാലം ഇതിനെതിരെ പറയുന്നു, നിരന്തരമായി അത്തരം വരുന്ന സമയത്ത് വലിയ പ്രതികരണം ഉണ്ടാകുന്നു, പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവും. അത് എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും പലരും, ഞാനതിൽ രാഷ്ട്രീയം കാണുന്നേ ഇല്ല, അതിലപ്പുറത്തേക്ക് അതൊരു സ്ത്രീയും പുരുഷനും ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പം അത് പുരുഷൻ ബോധപൂർവ്വം മാറണം, അതിനെ അത് രക്ഷയുള്ളൂ. ആ ചിന്താഗതിക്ക് എപ്പം മാറ്റം വരുന്നു അപ്പോഴേ ഇതുണ്ടാവുള്ളൂ. അതുവരെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കതിരെ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിശക്തമായി അതിനെ എതിർക്കും. നമ്മൾ പൂർണ്ണമായിട്ടും അതിന് സ്ത്രീകളുടെ കൂടെ ആയിരിക്കും ഉണ്ടാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് മെയ് 4 ടി.പി. ചന്ദ്രശേഖരൻ നമ്മളെ വിട്ടു പോയിട്ട് 14 വർഷം തികയുന്നു. മെയ് 4 കേരളത്തിൻ്റെ ജനവിധി വരുന്നത്. ഇതൊരു എന്തിൻ്റെങ്കിലും യാദൃശ്ചികതയായിരിക്കുമോ? എന്തായിരിക്കും മെയ് 4 വരുന്ന കേരള വിധി? എനിക്ക് അതൊരു വല്ലാത്ത കോയിൻസിഡൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. മെയ് 4 തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു വൈകാരികത, അപ്പോൾ ആ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തന്നെ സത്യത്തിൽ എനിക്കൊരു ഉള്ളിലൊരു ആളിപ്പാണ് ഉണ്ടായത്. അപ്പം അത് നമ്മളൊക്കെ ഒരു പക്ഷേ ചന്ദ്രശേഖരനൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തിലേക്കായിരിക്കാം. ആ പാർട്ടിക്കകത്ത് നടക്കുന്ന വലിയ പൊട്ടിത്തെറികൾ, വലിയ തോതിലുള്ള ആന്തരിക സംഘർഷങ്ങൾ, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം, അതിനൊക്കെയുള്ളൊരു തിരിച്ചടികൾ കൂടി കിട്ടുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിധിയായിരിക്കും മെയ് 4 വരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തിനോട് വല്ലാതെ കിടപിടിച്ച് കിടക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് ആ സത്യങ്ങൾ, അതൊരു സത്യമാണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അത് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നത്. അപ്പം ആ സത്യം അവസാനിക്കില്ല എന്നുള്ളത്, അത് ഏത് കാലത്തായാലും അതൊരു മറന്നീക്കി പുറത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ളൊരു ദിവസമായിരിക്കാം മെയ് 4 എന്നെൻ്റെ മനസ്സ് പറയും. മെയ് 4 ആ ഒരു റിസൾട്ട് വരുന്നത് സത്യത്തിൽ ആ ദിവസം എങ്ങനെ കടന്നു പോകുമെന്ന് എനിക്കിപ്പോഴും വലിയൊരു പ്രയാസമുണ്ട്. റിസൾട്ട് എന്തോ ആവട്ടെ, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആ ദിവസത്തെ എങ്ങനെ ഞാൻ ഇപ്പോഴേ എൻ്റെ മനസ്സിനെങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ദിവസങ്ങൾ നമുക്ക് വല്ലാതെ ഒരുപാട് ഓർമ്മകൾ വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ മറക്കാൻ പറ്റില്ല 4, 3, 1 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് ഇങ്ങനെയൊരു റിസൾട്ടും കൂടെ വരുന്നത് സത്യത്തിൽ അതൊരു വല്ലാത്തൊരിതാണ്. പ്രത്യേകിച്ചും ഞാനൊന്നും ഒരിക്കലും ഒരു MLA ആവുന്ന, ഒരു ജനപ്രതിനിധി ആവേണ്ട ആളേ അല്ല, ആവുമെന്ന് പ്രതീക്ഷിച്ച ആളുമല്ല. ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വമാണ്, ആ ചോരയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം ആ ചോര, ആ ദിവസം റിസൾട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരിക്കും. എന്തായാലും നല്ല വിധി ഉണ്ടാവട്ടെ ചേച്ചി. എല്ലാ ആശംസകളും.